Hello friends, welcome to Real Cook Food and Vlogs. ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് പുഡിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ജെലാറ്റിനും ചൈന ഗ്രാസും ഒന്നും വേണ്ട ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് വെറും 4 ചേരുവകൾ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ ചേർക്കുന്നില്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ചേർത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങൾ കൊക്കോ പൗഡർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഡാർക്ക് ചോക്ലേറ്റത്തെ ആ ഒരു മധുരം കൊക്കോ പൗഡറിന് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മധുരം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മോൾ ഇതാ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അവളെ കൊണ്ട് ഇടിയിപ്പിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ പാലിലേക്ക് ഈ 1/4 കപ്പ് കൊക്കോ പൗഡർ ഉണ്ടല്ലോ, കൊക്കോ പൗഡർ അല്ല, കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതാ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കോൺഫ്ലോർ നന്നായിട്ട് മിക്സായി വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പൊടിക്കാതെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുഡിങ്ങിന് പിന്നെ പ്രശ്നമില്ലല്ലോ, ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കൊക്കോ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചോക്ലേറ്റ് നമുക്ക് ഈ ഒരു മിക്സൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൊക്കോ പൗഡർ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, നമുക്ക് ചൂടാവുമ്പോൾ അത് കറക്റ്റായിട്ട് മെൽറ്റായി വന്നോളും, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ മിക്സായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പാന് സ്റ്റവിൽ വെക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും കോൺഫ്ലോറും കൊക്കോ പൗഡറും എല്ലാം കൂടി, പഞ്ചസാര എല്ലാം കൂടി ഉള്ളത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇങ്ങനെ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത്, അടി പിടിച്ചാൽ പിന്നെ ഒരു സ്മെല്ല്, ഈ ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ സ്മെല്ല് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മോള് തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇനി ഇത് ഉണ്ടാക്കി ഇത് കഴിച്ചാലാണ് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചപ്പോഴേക്കും ഇത് കട്ടിയായി വന്നു കേട്ടോ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി, കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസി ആയിപ്പോൾ. ഇനി നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിതിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാൻ പാടില്ല. ഇതിങ്ങനെ നല്ല ഗ്ലേസിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജെല്ലി ഫ്ലേവർ ഇതുപോലെയാണ് വരിക. ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് വരിക. നിങ്ങൾക്ക് ഒന്നും കൂടിയും കട്ടിയാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ വരും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. അധികം അങ്ങനെ കേക്കിൻ്റെ ആ ഒരു ഇതിലൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം, പുഡിങ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്.
ഇനി ഇതേപോലൊരു പുഡിങ്ങിൻ്റെ ട്രേയോ അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ട്രേയോ അല്ലെങ്കിൽ നമുക്ക് സാധാ നമ്മളെ ചോറൊക്കെ സ്കൂളിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അല്ലെങ്കിൽ ബൗളോ, അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് ട്രേ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഒരു രാത്രി മുഴുവൻ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയൊക്കെ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. മുറിക്കാനൊക്കെ എളുപ്പമുണ്ട്, നല്ല ഒരു ജെല്ലി ഇതാണ്, പക്ഷെ നമുക്ക് കത്തിയുടെ മുകളിലൊന്നും അധികം ആവുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് രാവിലെയൊക്കെ ആവുമ്പോൾ എടുത്താലും മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്, സിമ്പിൾ വീഡിയോ ആയിട്ട് വരാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്